പറ ജോസ് മോനെ. കുട്ടി കാനഡയിലുള്ള എൻ്റെ അളിയനും എത്തിയിട്ടുണ്ട്. ഞാൻ അവറാനോട് ഒരു ഫുൾ കൂടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അവറാൻ ഫോൺ കട്ട് ചെയ്ത് കാണുമല്ലേ? അവന്റെ കൈയും കാലും പിടിച്ച് ഭീഷണിപ്പെടുത്തി 3 ഇരട്ടി കാശ് കൊടുത്താണ് ഒപ്പിച്ചത്. അറിയാമല്ലോ, മൊത്തം 3 ഫുൾ സൂക്ഷിച്ചു കൊണ്ടുവരണം. ദൈവം വിചാരിച്ചാൽ പോലും ഇന്ന് ഈസ്റ്റർ ദിനമാണ്, ഒരു തുള്ളി പോലെ എന്നൊന്നും കിട്ടൂല. ജോസ് മോൻ എന്ന് വെറുതെ ഇരിക്കുന്നേ, ഞാൻ ഏറ്റെന്നേ. കർത്താവേ, കുറച്ച് ദിവസമായി നോയമ്പും പച്ചക്കറിയും പുല്ലും ഒക്കെ ആയിട്ട് ഇന്നു മുതൽ അടിച്ചുപൊളി തുടങ്ങുകയാണ്. ദൂതന്മാരുടെ കാവലുണ്ടാവണേ. അയ്യോ, എന്നാ പറ്റി? സ്കൂട്ടർ ഓഫായി പോയല്ലോ. ഓണായി. മാത്തുക്കുട്ടി, ദേ കുഴിയുണ്ടേ. ആരാ ആരാ? ആരാ ഇയാൾ? എപ്പോഴും ഇങ്ങോട്ട് കയറി? ദൂതൻ ഓൾ ദ വേ ഫ്രം ഹെവൻ. അല്ല, ഇവിടെ എന്താണ്? മാത്തുക്കുട്ടി ദൂതന്റെ കാവൽ ആവശ്യപ്പെട്ടു എന്ന് കേട്ടു. പോണ പോക്ക് നിങ്ങൾ പ്രാർത്ഥനയേ ഉള്ളൂ. ഞാൻ മാത്തുക്കുട്ടി, പ്രാർത്ഥന കലയല്ല. ഇയാള് ദൂതനാന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. വെള്ള പെയിന്റ് അടിച്ച് ഷർട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുക. ആൾക്കാരുടെ കണ്ണടിച്ച് കളയണം. ഇമാതിരി ചെപ്പടി വിദ്യൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. തൊട്ടു നോക്കിയാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. മാത്തുക്കുട്ടി, തൊട്ടു നോക്കിക്കോ. പേടിക്കണ്ട മാത്തുക്കുട്ടി, ഞാൻ സഹായിക്കാനല്ലേ വന്നത്. എന്നാ പോയാലോ? എനിക്ക് അവറാച്ചൻ്റെ അവിടെ നിന്നൊരു 3 കുപ്പി പാല് അവറാച്ചൻ്റെ വീട്ടിൽ നിന്ന് മേടിക്കാനുണ്ട്. ഇവിടെ തന്നെ നിന്നോ, തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. സാരമില്ല മാത്തുക്കുട്ടി, ഞാനും വരാം. അതെ, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി. ആ അവറാൻ്റെ അവിടെ ഒരു യമണ്ടം പട്ടിയുണ്ട്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് അലമുറയിടും. അപ്പോൾ ഞാൻ പോയിട്ട് വരാം, ഇവിടെ നിന്നാൽ മതി. ഓക്കെ? ഇയാളിത് പൊട്ടുന്ന കുപ്പിയാ. അതെ, ഞാനൊരു കാര്യം പറയാം. കയറിയ സ്ഥലത്ത് തന്നെ ഞാൻ വണ്ടി നിർത്താം. അവിടെ ഇറങ്ങിക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. മാത്തുക്കുട്ടി വിളിക്കുമ്പോൾ വരാനായിട്ട് ഞാൻ കുപ്പീന്ന് വന്ന ഭൂതനല്ല. അയ്യോ, ഒന്നും പറ്റിയില്ല. അയ്യോ, കുപ്പി എവിടെ? എവിടെ കുപ്പി? എന്തി? അയ്യോ, കുപ്പിയെല്ലാം പൊട്ടിയല്ലോ. ദൈവമേ, ജോസ് മോനോട് എന്നാ ഞാൻ പറയും? ഇനി ഞാൻ എന്നാ ചെയ്യും? ഇതാണോ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്?
ഞാൻ മാത്തുക്കുട്ടിയുടെ കൂടെ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞത്, കുപ്പിയുടെ കൂടെയല്ലല്ലോ. എന്നാലും ഉണ്ടല്ലോ, ഇത് വലിയ ചതിയായിപ്പോയി. ചതി കാണിക്കുന്ന ആരാണ്? ഇത്രയും കാലം മാത്തുക്കുട്ടി ഈ വഴി കൂടിയൊക്കെ വണ്ടി ഓടിച്ചില്ലേ? എന്നിട്ടും കർത്താവ് മാത്തുക്കുട്ടീനെ കാത്തില്ലേ? എന്നിട്ട് ആളെ ഓർക്കാതെ ഈർപ്പിൻ്റെ നേരത്ത് മദ്യപിച്ചും പാരഡി പാടിയും ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ ചെയ്യാനാണോ യേശു പറഞ്ഞത്? എന്നാലും എൻ്റെ കൂട്ടുകാരോട് ഞാൻ എന്നാ പറയും? അപകടം സംഭവിച്ചിട്ടും മാത്തുക്കുട്ടിക്കൊന്നും പറ്റാത്തതിൽ കൂട്ടുകാർ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ലാത്ത പക്ഷം അവർ കുപ്പി പൊട്ടിപ്പോയതിൻ്റെ പേരിൽ മാത്തുക്കുട്ടിയെ കുറ്റം വിധിച്ചാൽ ആ കൂട്ടുകാർ യഥാർത്ഥ സ്നേഹിതരല്ല എന്ന് എണ്ണിക്കൊള്ളുവിൻ. എന്നാ പറ്റിയടാ? വരുന്ന വഴി ആക്സിഡൻ്റായി, സ്കൂട്ടർ മറിഞ്ഞു. നിനക്ക് വല്ലതും പറ്റിയോ? ദൈവം സഹായിച്ച് എനിക്കൊന്നും പറ്റിയില്ല. എന്നിട്ട് സാധനോടെ? അത് കുപ്പി. അത് കുപ്പി? കുപ്പിയെല്ലാം പൊട്ടിപ്പോയി. മാത്തുക്കുട്ടി, നീ കളിക്കടാ, കുപ്പിയോടാ. ജോസ്മോനെ, ഞാൻ നിങ്ങളുടെ കാശ് എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. കുപ്പിയെല്ലാം പൊട്ടിപ്പോയി. കാശാണോടാ പ്രശ്നം? പന്നെ മാത്തുക്കുട്ടി ഇപ്പം ജോസച്ചായനെ അടിക്കാൻ ഓങ്ങും. എടുത്തടിച്ചോണം, ഇവിടെ നെഴഞ്ഞേ പോകാവുള്ളൂ. എന്നോട് ക്ഷമിക്കും നിങ്ങളെല്ലാവരും. ഇനി എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യത്തിന് ഞാനില്ല. പിന്നെന്നെ അടിച്ചത് ഞാൻ ഇത്രയും കാലം ചെയ്ത പാപത്തിൻ്റെ കൂലിയായിട്ട് കരുതിക്കൊള്ളാം. ഇതൊക്കെ എന്ത്? ഒരു തെറ്റും ചെയ്യാതെ ദേഹം മുഴുവൻ ചമ്മട്ടി കൊണ്ട് അടിച്ചു കീറി, തലയിൽ മുള്ളടിച്ച് കയറ്റി, കയ്യിൽ ആണി നിറച്ച് നമുക്ക് വേണ്ടി പാപമേറ്റെടുത്ത് മരിച്ചയാളുടെ ഉയർപ്പ് ആഘോഷിക്കേണ്ടത് ഇങ്ങനെയാണോ? അതോ കുറച്ചു നേരമെങ്കിലും ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്നതാണോ നല്ലത്? ഇനിയെങ്കിലും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഉയർപ്പുണ്ടാവട്ടെ. ഉയർപ്പ് യേശുവിന് വേണ്ടി ആഘോഷിക്കുന്നത് എങ്ങനെ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക.